നിപ ബാധിച്ച് 14-കാരൻ രോഗചികിത്സയ്ക്ക് ആവശ്യമായ മോണോക്ലോണൽ ആന്റിബോഡി പൂനെ വൈറോളജി ലാബിൽ നിന്നും എത്തിയപ്പോഴേക്കും അവൻ വിട പറഞ്ഞു. നിപ ബാധിച്ച് മരിച്ചവരുടെ പട്ടികയിൽ 21-ാമനായി അവൻ ഇനി ഓർമ്മകളിലേക്ക് മാത്രമായി. മരണം വരിഞ്ഞുമുറുക്കുന്ന വൈറസ് അവനിലേക്ക് എത്തിയതെപ്പോഴായിരുന്നു എന്ന അന്വേഷണത്തിലാണ് നാട്. ഈ വൈറസിന്റെ പിടിയിൽ ഇനി ആരും അകപ്പെടരുത് എന്ന പ്രാർത്ഥനയിലും നിപയാണെന്ന് സംശയിച്ചവരുടെ പരിശോധന ഫലം നെഗറ്റീവ് ആവണേ എന്നായിരുന്നു പ്രാർത്ഥന. പക്ഷേ ശനിയാഴ്ച വൈകുന്നേരം ആ പ്രയാസകരമായ വാർത്തയെത്തി. അവന് നിപ വൈറസ് തന്നെയാണ്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സ്ഥിരീകരണം വന്നു. അതുകഴിഞ്ഞ് 16 മണിക്കൂർ ആയപ്പോഴേക്കും അവൻ്റെ മരണവാർത്തയും സ്ഥിരീകരിച്ചു. നാടിൻ്റെ നെഞ്ചകങ്ങളിൽ അവൻ പന്ത് തട്ടിക്കളിക്കുന്ന വീഡിയോ നിറഞ്ഞു കിടക്കുകയാണ്. ഫുട്ബോളായിരുന്നു അവൻ്റെ സിരകളിലെ ഊർജ്ജമെന്ന് അവൻ്റെ ഇൻസ്റ്റയിൽ നിന്ന് വായിക്കാം. ഇനി അവൻ സ്വർഗത്തിലെ മൈതാനങ്ങളിൽ പന്ത് തട്ടി കളിക്കട്ടെ. ഞായറാഴ്ച രാവിലെയും ആരോഗ്യമന്ത്രി വീണ ജോർജുമായി മാധ്യമപ്രവർത്തകർ സംസാരിക്കുമ്പോൾ ആ മോൻ്റെ കാര്യത്തിൽ പ്രതീക്ഷ വെടിയേണ്ട, മഴഞ്ഞെത്തുന്നു എന്നെല്ലാം അറിയിച്ചിരുന്നു. ഒടുവിൽ ഉച്ചയോടെ മാധ്യമങ്ങളെ വീണ്ടും വിളിച്ച് മന്ത്രി ദുഃഖവാർത്ത നാടിനെ അറിയിച്ചു.